അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട്. ഒരു 6 ഏക്കറിൽ 30,000 സൺഫ്ലവറും ഒരു 25,000-ഓളം ചെണ്ടുമല്ലി നമ്മുടെ മേരിഗോൾഡ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അട്രാക്ഷൻ നമ്മുടെ സൺഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്കിനി സുന്ദരപാണ്ട് പുറത്ത് പോവാതെ നമ്മളെ തിരുവനന്തപുരം കൊല്ലം ഉള്ള ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് കടപ്പുറം മണൽ പോലെയുള്ള മണലാണ്. അപ്പം നല്ല ചലഞ്ചിങ് ആണ്. പൂവ് എന്നുള്ള നല്ലൊരു വിപണിയാണ്. ഞങ്ങൾ പൂക്കൃഷി അത് ബോർഡറിൽ മാത്രം നമ്മൾ ചെയ്തത്, നെമറ്റോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പിന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി ചെയ്യുകയാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പൂക്കൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിനകത്ത് ഏകദേശം 25,000-ഓളം ജമന്തി ചെണ്ടുമല്ലി നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 കളറാണ്, ഓറഞ്ചും യെല്ലോയും. സൂര്യകാന്തി ആദ്യമായിട്ടുള്ളത് നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എൻ്റർടൈൻമെൻറ്റും ടൂറിസത്തിനും ഇപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് ഇപ്പം സൂര്യകാന്തിയുടെ വിത്ത് സീഡ് എല്ലാവരും റോ ആയിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. സൂര്യകാന്തി വിത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് എസ് വി സുജിത്ത്. തിരുവനന്തപുരം തുമ്പ സെൻറ്റ് ജോസഫ് കോളേജിനകത്ത് പാട്ടത്തിനടുത്ത് 20 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട്. ഒരു 6 ഏക്കറിൽ 30,000 സൺഫ്ലവറും ഒരു 25,000-ഓളം ചെണ്ടുമല്ലി നമ്മുടെ മേരിഗോൾഡ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞൊരു പാടം, ഊഞ്ഞാൽ, നമ്മുടെ പച്ചക്കറി തോട്ടം, പിന്നെ നമ്മൾ മേരിഗോൾഡ് നമ്മൾ 2 വെറൈറ്റി ഉണ്ട്, ഫ്രഞ്ചും ഉണ്ട്, ആഫ്രിക്കനും ഉണ്ട്. പിന്നെ ഏറ്റവും അട്രാക്ഷൻ നമ്മുടെ സൺഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്കിനി സുന്ദരപാണ്ട് പുറത്ത് പോവാതെ നമ്മളെ തിരുവനന്തപുരം കൊല്ലം ഉള്ള ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടീം വർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മുടെ ഓണം ടൈമിൽ നമ്മൾ പബ്ലിക്കിന് ഓപ്പണാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതലമുറയ്ക്ക് നമ്മുടെ കൃഷിയിടം പരിചയപ്പെടുത്തുക, നമ്മുടെ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെക്കനൈസേഷൻ, പിന്നെ അതുപോലെ ഇറിഗേഷൻ സിസ്റ്റംസ് ഇതെല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കുക. അപ്പം അതാണ് നമ്മൾ മെയിനായിട്ട് ലക്ഷ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് മനസ്സിന് സന്തോഷവും ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാ ജനങ്ങളും വന്ന് ഇത് കണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് സന്തോഷമായിട്ട് പോകുമെന്ന് ആഗ്രഹിക്കുന്നു. ചെറിയൊരു എൻട്രി ഫീസ് നമ്മൾ വച്ചിട്ടുണ്ട്. അഡൾട്ടിന് വലിയ ആൾക്കാർക്ക് നമ്മൾ 40 രൂപയും പിള്ളേർക്കെല്ലാം നമ്മൾ 20 രൂപയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും എഫേർട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ചെറിയൊരു മിനിമം ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് വന്ന ആൾക്കാരെല്ലാം നല്ല ഫീഡ്ബാക്ക് പറയുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കണ്ടിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. എൻ്റെ പേര് സിസ്റ്റർ ഷാൻഡി. ഞങ്ങൾ സെൻറ്റ് മാർത്താസ് പ്രീ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ ഗാർഡൻ്റെ പിക്ചർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കിവിടെ കുട്ടികളെ കാണിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പിന്നെ ഓണവുമായി അനുബന്ധിച്ച് ഈ പൂക്കളെ കാണിച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെ അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഈ സൺഫ്ലവർ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ പച്ചക്കറി കൃഷിയാണ് ചെയ്തിരുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ഈ ചൂരി മണലിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് കടപ്പുറം മണൽ പോലെയുള്ള മണലാണ്. അപ്പം നല്ല ചലഞ്ചിങ് ആണ്, പക്ഷേ നമുക്ക് തന്നെ ഫെർട്ടൈലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനോട് നമ്മൾ അടിവളം കൂടുതൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൃഷിയിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 2005 കോർപ്പറേറ്റ് മേഖലയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഫസ്റ്റ് കിട്ടിയത് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ഫുഡ് പോയ്സണായിട്ട്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത്, എൻ്റെ ഫാമിലിയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു നീസ് ക്യാൻസർ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഹോസ്പിറ്റലിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൃഷിയിലായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞ് 8ാമത്തെ വർഷം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എൻ്റെ മോന് 7 വയസ്സ് കഴിഞ്ഞ് ഡിസംബറിൽ 8 വർഷമാവും. അപ്പം മോന് കാരിങ് ആയത് മുതലാണ് നമ്മൾ ഈ നല്ല സേഫ് ടു ഈറ്റ് ഫുഡ് നമ്മുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതും കൃഷിയിലേക്ക് ഇറങ്ങുന്നതും. തുടക്കത്തിൽ നല്ല ചലഞ്ചിങ് ആയിരുന്നു, ഭയങ്കര പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 2022 കേരള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് 1 വർഷം മുമ്പ് നമ്മുടെ ഇവിടുത്തെ കഠിനംകുളം പഞ്ചായത്തിലെ മികച്ച കർഷകനായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് സെൻറ്റ് ജോസഫ് കോളേജിലാണ്. തുമ്പ സെൻറ്റ് ജോസഫ് കോളേജിലെ പാട്ടത്തിനടുത്ത 20 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കോളേജോടെ എനിക്കൊരു MOU ഉണ്ട്. അത് പ്രകാരം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ
ഫാം ഇന്റേൺഷിപ്പ് പോലെ നമ്മൾ കൃഷിയിടം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്ക് അതിനോടുകൂടെ ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ നമ്മളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മാർബസേലിസ് കോളേജിൽ എനിക്കൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ടെക്നോളജി വെച്ച് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓട്ടോമേഷനും ട്രേസബിലിറ്റിയാണ് നമ്മൾ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുതുതലമുറയും ഈ കൃഷിയിടവും കൃഷിയുടെ കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുത്താൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പൂക്കൾ മാത്രമല്ല, നമ്മൾ പച്ചക്കറിയും വാട്ടർമെലനും എല്ലാം നമ്മളിതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഞങ്ങൾ പൂ ഓൾറെഡി 1 മാസം മുമ്പ് നമ്മൾ എടുത്ത് തുടങ്ങി. നമ്മൾ പൂക്കൾ പല പല സ്റ്റേജായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പൂവിന് നമുക്ക് അടുത്തുള്ള സ്ഥലം നമ്മൾ ഏകദേശം ഒരു 10ഓളം ചെറുകിട പൂക്കടയായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി അവിടെ കൊടുക്കും, ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വില കിട്ടുന്നുണ്ട്, അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ മഴ സമയത്ത് മാത്രം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും, കാരണം പൂ നനഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. പക്ഷെ അല്ലാത്ത പക്ഷം പൂവ് എന്നുള്ള നല്ലൊരു വിപണിയാണ്. ഞാൻ ആക്ച്വലി പൂവിലേക്ക് വരാൻ കാരണം നമ്മൾ എക്കോളജിക്കൽ എഞ്ചിനീയറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പൂക്കൃഷി അത് ബോർഡറിൽ മാത്രം നമ്മൾ ചെയ്തതാണ്, നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പിന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി ചെയ്യുവാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പൂക്കൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിനകത്ത് ഏകദേശം 25,000-ഓളം ജമന്തി ചെണ്ടുമല്ലി നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 കളറാണ്, ഓറഞ്ചും യെല്ലോയും. സൂര്യകാന്തി ആദ്യമായിട്ടുള്ളത് നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എൻ്റർടൈൻമെൻറ്റും ടൂറിസത്തിനും ഇപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഒന്ന്. രണ്ടാമത് ഇപ്പം സൂര്യകാന്തിയുടെ വിത്ത് സീഡ് എല്ലാവരും റോ ആയിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ വരുന്ന ഈ വിസിറ്റേഴ്സ്, നമ്മൾ വരുന്ന സന്ദർശകരെടുത്ത് ഒരു പോൾ എടുക്കുന്നുണ്ട്. അവർക്ക് സൂര്യകാന്തി വിത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. പ്രീ ബുക്ക് ചെയ്തിട്ട് അവർക്കുള്ളത് നമുക്ക് കൊടുക്കാൻ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആക്ച്വലി കൂൾ സീസണാണ്. ഇനിയിപ്പം സൂര്യകാന്തി ഏകദേശം മാക്സിമം ഒരു 70 ദിവസം 80 ദിവസം നിൽക്കത്തുള്ളൂ, അതിനപ്പുറം പോകത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കൂൾ സീസൺ വെജിറ്റബിൾസ് ആണ്. ക്യാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇങ്ങനെ സാധനങ്ങൾ നമ്മളിവിടെ ഫാമിങ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്.